വിശുദ്ധി എന്ന വാക്ക് അല്ലെങ്കിൽ ഹോളിനെസ് എന്ന വാക്ക് ഏതാണ്ട് 650 പ്രാവശ്യത്തിൽ കൂടുതൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഹോളിനെസ് എന്ന വാക്ക് ഏതാണ്ട് 650 പ്രാവശ്യത്തിൽ കൂടുതൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 650 ഇടത്ത് പറയുന്നത് കൂടാതെ ഈ ഹോളിനെസിനെ പറ്റിയുള്ളതായിരിക്കുന്ന മറ്റ് പല പര്യായ പദങ്ങളും സിനോനിംസും ഈ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് വിശുദ്ധി എന്ന വാക്ക് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലാണ്. First of all, the word holiness is mentioned in Exodus chapter 3 verse 5. This is in relation with the ground that Moses was standing. Moses heard the voice of God saying, "The place that you are standing is holy." നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് എടുത്ത് ഊരി എറിഞ്ഞു കളക എന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വിശുദ്ധിയെ പറ്റി ദൈവം ഇതിനു മുൻപ് ഒരിക്കലും പ്രതിപാദിച്ചിട്ടില്ല. ദൈവം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിളിച്ച് തന്റെ സ്വന്തം ജനമായി വേർതിരിക്കുന്ന സമയം വരെ ദൈവം ഒരിക്കലും വിശുദ്ധി എന്ന വാക്കിനെ പറ്റി പരാമർശിച്ചിട്ടില്ല. It is interesting to note that God never describes himself as holy God until he was delivered the children of Israel from Egypt. എന്നാൽ when they camped at the foot of the Mount Sinai for a month of instruction on how they are to live as the holy people, for the first time God says in Leviticus chapter 19 verse 2, and I would you to read this portion. Leviticus chapter 19 verse 2. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് സിനായ് മരുഭൂമിയുടെ അല്ലെങ്കിൽ സിനായ് മലയുടെ അടിവാരത്തിൽ അവർ എങ്ങനെ ജീവിക്കണം എന്ന നിർദ്ദേശം അവർക്ക് കൊടുക്കുകയും അവർ എങ്ങനെ വിശുദ്ധിയോടെ നിലനിൽക്കണം എന്ന് അവരോട് പറയുകയും ചെയ്തപ്പോഴാണ് ആദ്യമായി ദൈവം ഈ വിശുദ്ധിയെ പറ്റി അവരോട് പരാമർശിച്ചത്. പ്ലീസ് റീഡ് ദാറ്റ്. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഹോളിനെസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. പിതാവായിരിക്കുന്ന ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ച് അവരെ ഒരു വിശുദ്ധ സന്തതിയായി നിലനിർത്തി മുൻപോട്ട് പോകുമ്പോൾ മോശയോട് പറയുകയാണ്, യഹോവയായ ഞാൻ വിശുദ്ധനായിരിക്കയാൽ, യഹോവയായ ഞാൻ വിശുദ്ധിയുള്ളവനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധി
ഉള്ളവർ ആയിരിപ്പിൻ. ഈ ഭാഗം തന്നെയാണ് നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. വേഴ്സ് 15 and 16. Verses 15 and 16. But just as he who called you is holy, so be holy in all you do. For it is written, be holy because I am holy. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഹോളിനെസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് അവർ ഗോഡ്. ദൈവം എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് തന്നെ ആരാധിക്കുന്നവർ, തന്നെ പിൻചെല്ലുന്നവർ, താൻ സ്നേഹിക്കുന്നവർ, തന്നെ സ്നേഹിക്കുന്നവർ ആയിത്തീരണമെന്ന് ദൈവം നിഷ്കർഷിക്കുകയാണ് ഇവിടെ. ദൈവത്തിന്റെ സ്വഭാവമാണ് വിശുദ്ധി, പ്രിയരെ. അപ്പം തന്റെ സ്വഭാവത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത ഒന്ന് തന്റെ ജനത്തിൽ നിന്ന് താൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ 3 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ. ഒന്ന്, the God who is holy is incomparable. അവൻ സമാനതകളില്ലാത്ത ഒരു ദൈവമാണ്. ജാതികളുടെ ദൈവങ്ങളെ പോലെ പാലസ്തീൻ ദേശത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ജനിച്ചു വളർന്ന ദേശത്ത് ഉള്ള മറ്റുള്ളവരുടെ ദൈവത്തെ പോലെ അല്ല അവരുടെ ദൈവം. അവർ ആരാധിക്കുന്ന ദൈവം വിശുദ്ധിയുള്ളവനും വിശുദ്ധിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവവുമാണ്. സമാനതകളില്ലാത്ത ഒരു ദൈവം. ആ ദൈവത്തെയാണ് എനിക്കും നിങ്ങൾക്കും പിതാവായിട്ട് ലഭിച്ചത് എന്നതോർത്ത് ആ പിതാവിന്റെ മക്കളാണ് നമ്മളെന്നുള്ള ചിന്തയോടുകൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ we will be able to experience and we will be able to reflect the holiness in and through our life. നമ്മൾ വിശുദ്ധരായാലും നമ്മൾ വിശുദ്ധരല്ലെങ്കിലും ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. The God who called you and I is holy. He never changes his character. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, സമാനതകളില്ലാത്ത വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശുദ്ധനായ ഒരു ദൈവത്തിന്റെ പ്രജകളാണ് നാം എന്നത് നാം മനസ്സിലാക്കണം. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവൻ സമാനതകളില്ല എന്ന് മാത്രമല്ല, ദൂതന്മാരും കെരൂബുകളും ആരാധിക്കുന്ന വിശുദ്ധനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അശുദ്ധിയിൽ ജീവിക്കുന്ന യെശയ്യാവ് തന്റെ പ്രവാചക ശുശ്രൂഷയൊക്കെ തുടങ്ങി ഈ ദൈവത്തോടടുത്ത് ജീവിച്ച് മുൻപോട്ട് പോയപ്പോൾ, ദൈവത്തെ താൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കോപന്മാർ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു അനുഭവമാണ് യെശയ്യാവ് കാണുന്നത്. അശുദ്ധി ഒട്ടുമില്ലാത്ത, വിശുദ്ധിയിൽ മാത്രം വസിക്കുന്ന
വിശുദ്ധിയിൽ തന്റെ ആരാധന കൈക്കൊള്ളുന്ന ദൂതന്മാരും ക്രോബന്മാരും കെരൂബുകളും ചേർന്ന് പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് പ്രിയരെ. അതുകൊണ്ടാണ് നാം ആരാധിക്കുമ്പോൾ പാടുന്നത്, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, സകല സ്തുതികൾക്കും മഹിമകൾക്കും നീ മാത്രം യോഗ്യൻ. അപ്പോൾ യോഗ്യതയില്ലാതിരിക്കുന്ന നമ്മൾക്ക് യോഗ്യതയുള്ളവനായിരിക്കുന്ന ദൈവത്തെ, വിശുദ്ധിയിൽ ജീവിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമത് ഞാൻ പറഞ്ഞത് ഈസ് ഇൻകമ്പയറബിൾ, സമാനതകൾ ഇല്ലാത്ത ഒരു ദൈവം. രണ്ട്, അവൻ ക്രോബന്മാരും ദൂതന്മാരും കെരൂബുകളും ഒരുപോലെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന ദൈവത്തെ വിശുദ്ധൻ 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 എന്ന് പറഞ്ഞ്, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതായ ഒരു അനുഭവം. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, മറ്റുള്ള ദേവന്മാരിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തതയുള്ളവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുടുംബമായിട്ടൊക്കെ പോയി ദർശിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഒത്തിരി അശ്ലീല ചുവയുള്ള ചിത്രങ്ങളാണ് അവിടെയും ഇവിടെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ വിശുദ്ധിയുടെ പരമകോടിയായിരിക്കുന്ന, വിശുദ്ധിയിൽ വസിക്കുന്ന നമ്മുടെ ദൈവം വ്യത്യസ്തതയുള്ള ഒരു ദൈവമാണ്. He is a personal God. That is his difference from others. അപ്പോൾ അവൻ വ്യക്തിപരമായിരിക്കുന്ന ഒരു ദൈവമാണ്. ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്, അവൻ വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് ആരാധിക്കുന്നവരായിരിക്കണം നമ്മൾ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം താം. അവനെ പോലെ ഒരു ദൈവമില്ല. ആ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള നമുക്ക് ഒരു വിശിഷ്ട പദവിയും കൂടെ ദൈവം തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ജാതിയുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, മിസ്രയീം ദേശത്ത് നിന്ന് തന്റെ ജനത്തെ കനാനിലേക്കുള്ള അവരുടെ യാത്രയിലേക്ക് കൊണ്ടുവന്നിട്ട് സീനായി മരുഭൂമിയുടെ അടിവാരത്തിങ്കൽ അവരെ കൂട്ടിച്ചേർത്ത് 1 മാസം ദൈവം അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്താ നിർദ്ദേശം എന്നറിയാമോ? നിങ്ങൾ എങ്ങനെ വിശുദ്ധിയുള്ളവനായ എന്നെ ആരാധിക്കണം, നിങ്ങൾ എങ്ങനെ വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ അനുകരിക്കണം, നിങ്ങൾ ഈ വിശുദ്ധിയുള്ള ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഈ വിശുദ്ധി നിങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ റേഡിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്റെ ജനത്തിന് വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശമാണ് നാം വായിച്ചു കേട്ടത്. മോശയോട് പറഞ്ഞു, നിങ്ങളെ മരുഭൂമിയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കനാൻ ദേശത്തേക്ക്, മറ്റൊരു ദേശത്തേക്ക് നിങ്ങളെ നയിക്കുമ്പോൾ അവിടെ ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ബട്ട് യുവർ സ്റ്റാൻഡേർഡ് will be my standard. No, my standard will be your standard. I am holy, therefore you are also holy. So that is a character
of our living God. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, to be holy is the commandment of God. വിശുദ്ധരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകേണ്ട കാര്യമല്ല. There is no choice given to us. ഒരു ചോയ്സും നമുക്ക് തരാതെ, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ നമ്മളെ അനുവദിക്കാതെ അവൻ പറയുകയാണ്, to be holy, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. So to be holy is the commandment of God. അത് ദൈവത്തിന്റെ ഒരു ആജ്ഞയാണ്. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന ഒന്നാണ്. അല്ല എങ്കിൽ ഞാൻ ഇപ്രകാരം പറയട്ടെ, അശുദ്ധിയുള്ളവരായിരിക്കുന്ന നമുക്ക് വിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവവുമായിട്ട് ഒരു സമ്പർക്കവും അനുവദനീയമല്ല. Holiness in life is the utmost important matter for a believer, because the God whom he worships is a holy God. He is not unholy God. അതുകൊണ്ട് തന്നെ അശുദ്ധിയില്ലാത്തൊരു ദൈവത്തെ, വിശുദ്ധിയുടെ പരമകോടിയായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, set apart. That is the word meaning in the New Testament. Set apart. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുക. Why? In 1 Peter chapter 1 verses 15 and 16 we understand that God calls us to be holy. നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരായിരിക്കാനായിട്ടാണ്. നമ്മളൊരു വിശുദ്ധ ജനമാണ്. A holy nation, a royal priesthood, pure and complete. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളെ വിശുദ്ധരായിരിക്കാൻ അവൻ വിളിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. In 1 John chapter 3 verse 2, please read that. 1 John chapter 3 verse 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അങ്ങനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുക. ഇവിടെ പറയുന്ന കാര്യം, ദൈവമക്കളെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. അവൻ പ്രത്യക്ഷനാകും. When he appears, he will appear as a holy God. And all those who have great hope in the return of the Son have to purify themselves as he is purified. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയരെ, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കാനുള്ള ഒരു വലിയ വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God calls us to be holy. അശുദ്ധരായിരിക്കാനല്ല, അശുദ്ധിയോട് കൂട്ടുകൂടാനായിട്ടല്ല,
നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനായിട്ടുള്ളതല്ല. ഞാൻ പലപ്പോഴും പറയാനുള്ളത്, വി ആർ ദ പീപ്പിൾ ഓഫ് ദ ലോ. നമുക്ക് ഒരു നിയമമുണ്ട്, നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടതായ ദൈവമക്കളാണ് നമ്മൾ. ഒന്നാമത് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരായിരിക്കാനായിട്ടാണ്. God calls us to be holy. Second, it is God's will that we should be sanctified. 1 Thessalonians chapter 4 verse 3. 1 Thessalonians 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. It is God's will that you should be sanctified. It is God's will that you should be sanctified. അശുദ്ധിയുള്ള ഒരു ലോകത്ത്, വിശുദ്ധിക്കൊട്ടും വില കൽപ്പിക്കാത്ത ലോകത്ത്, ദൈവികമായ പ്രമാണങ്ങളെയൊക്കെ വളച്ചൊടിച്ച് മാനുഷികമായ പരിധിക്കുള്ളിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനായിട്ടല്ല ദൈവം തന്റെ ജനത്തെ വിളിച്ചാക്കിയിരിക്കുന്നത്. ക്രമം കെട്ട വഴി നെറികെട്ട ഒരു ജീവിതത്തിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന്റെ ഇഷ്ടമോ എന്താ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മാലിന്യപ്പെട്ടാതെ ഓടുവാൻ, മണവാളന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള ചിന്തയോടെ മണിയറയിൽ കിടന്ന് ആശ്വസിപ്പാൻ ഉള്ള ഒരു വലിയ പദവി ദൈവം നമുക്ക് വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ to be holy is the commandment of God. ഒന്ന്, നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. രണ്ട്, it is the Lord's will. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ത്? നമ്മൾ വിശുദ്ധരായിരിക്കുക എന്നത്. മൂന്നാമത് ഇവിടെ പറയുന്നു, without holiness no one will see God. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഹീബ്രൂസ് 12 verse 14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരോടും സമാധാനം കാംക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. നമ്മുടെ അശുദ്ധിയിലേക്ക് ഇറങ്ങി വരുന്നവനല്ല ദൈവം. അശുദ്ധിയിൽ ഉള്ള ജീവിതത്തിൽ God hates sin and God doesn't live with us when we are living in sin. പാപത്തെ വെറുക്കണം, പാപത്തോട് ചെറുത്തു നിൽക്കണം, പരീക്ഷണങ്ങളെ അതിജീവിക്കണം. വിശുദ്ധിയുടെ നിറവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് മാത്രമേ ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അയ്യോ ഞാൻ അകൃത്യ മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. ലോർഡ് യു ക്ലെൻസ് മീ, നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, കാണുവാൻ, കർത്താവിന്റെ മക്കളായി കഴിയുവാൻ സാധിക്കില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രിയരെ. നമ്മുടെ
അനുദിന ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ മക്കളോടുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പന് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത, അമ്മയ്ക്ക് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത, മലീമസമായ അധാർമികതയുള്ള, മ്ലേച്ഛതയുള്ള ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ, റിമെമ്പർ മൈ ഡിയർ ഫ്രണ്ട്സ്, to be holy is not our choice, but it is the commandment of God. രണ്ട് കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, holiness is the character of God. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. രണ്ട്, to be holy is the commandment of God. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, being holy is our commitment to God. വിശുദ്ധരായിരിക്കുക എന്നത് എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണമാണ്. Being holy is my commitment to my God. I cannot impure myself. I have to present myself as a virgin before my God, a holy person before my God. ക്രിസ്തു എന്ന നിർമ്മല പുരുഷന് എന്ത് ചെയ്തിരിക്കുകയാണ്? നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു ജനമാണ് നാം. അതുകൊണ്ട് വിശുദ്ധരായിരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണമായിരിക്കണം. It's a commitment to my God. Holiness does not mean acting strange. It is not acting strange, but being different. ചിലരുണ്ട്, വിശുദ്ധി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പം they act to be strange. അപരിചിതരായിട്ട് നിൽക്കുക എന്നുള്ളതല്ല. വെള്ള വസ്ത്രം ധരിച്ച് മറ്റ് ആത്മീയ പരിവേഷങ്ങളൊക്കെ അറിഞ്ഞ്, പരിവേഷങ്ങളൊക്കെ ധരിച്ച് ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ ഭക്തിയുടെ ശക്തിയില്ലാത്ത ഒരു അനുഭവമല്ല ഹോളിനെസ്. നമുക്കിന്ന് വേണ്ടത് വേഷമല്ല, നമുക്കിന്ന് വേണ്ടത് എന്താണെന്നറിയാമോ? വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു സമർപ്പണമാണ് ആവശ്യം. നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം, holiness is not separated from the practical everyday living. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഐസൊലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോയി വല്ല പർവ്വതങ്ങളിലോ വല്ല കാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് രൂപവും ഭാവവും ഒക്കെ മാറ്റി ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ജീവിക്കുന്ന ഒരു അനുഭവമല്ല വിശുദ്ധിയുടെ ജീവിതം. ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോഴ് ഞങ്ങളുടെ അയൽവക്കത്തുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ വിട്ടേച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഏതോ ഒരു മഠത്തിൽ പോയി താമസിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇതാണ്, ഇത് വളരെ സംതൃപ്തിയുള്ള ഒരു ജീവിതമാണ്. ഇത് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ
ഒരു സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരു അനുഭവം. ഫ്രണ്ട്സ്, that is not holiness. Holiness is not separated from the practical daily living. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, holiness is not achieved through self will or determination. നമുക്ക് സ്വന്തം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല വിശുദ്ധി. But then what it is? How we can become holy? എന്തുകൊണ്ട് നമ്മൾ ദൈവത്തോട് സമർപ്പണമുള്ളവരാകണം? ഒന്നാമത് നാം മനസ്സിലാക്കണം, ജീസസ് died to make us holy. യേശു മരിച്ചത് എന്നെയും നിങ്ങളെയും വിശുദ്ധരാക്കി മാറ്റാനായിട്ടാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. Ephesians chapter 5 beginning from verse 25. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി, ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ഞാനും നിങ്ങളും ഒരു സമർപ്പണ ജീവിതം നയിപ്പാൻ നിയോഗിക്കപ്പെട്ടവരാണ്. Jesus died to change our status from unholy to holy, from an impure nation to a holy nation. അത് സമർപ്പണത്തിന്റെ ഭാഗമായി മാറണം. ആ ഒരു ചിന്ത എന്നിലും നിങ്ങളിലും വ്യാപരിക്കട്ടെ. ക്രിസ്തു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു. He shed his blood. അതുകൊണ്ടാണ് നാം ഇന്ന് പാഠഭാഗത്ത് വായിച്ചല്ലോ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവസഭ, ദൈവമക്കൾ സമർപ്പണത്തോടെ ജീവിക്കണം. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, growth in holiness is a lifelong process. ജീവിത അവസാനം വരെ തുടർന്നു പോകേണ്ടതായ ഒന്നാണ് വിശുദ്ധിയിൽ വളരുക എന്നത്. There is no completion happens until we join with our Lord. Until we join with our Lord, we will not be able to accomplish the desire for holiness. We keep growing to become like him. അവനെ പോലെ ആയിത്തീരാനായിട്ടുള്ള ഒരു സമർപ്പണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Philippians chapter 1 verse 6. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോക്ക് അതിനെ തികയ്ക്കും. വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. I think that is the word that I 10-ാം വാക്യമാണ്. സോറി,
എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ എന്ത് ചെയ്യണം? അവസാനം വരെയും അതിനെ കാക്കുവാൻ മതിയായവനാണ് എന്ന്. I think I will tell you that verse later. I think there is a mistake happened. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ വിശുദ്ധിയിൽ നിങ്ങളെ വളർത്തുവാൻ, വിശുദ്ധിയിൽ നിങ്ങളെ തികയ്ക്കുവാൻ, വിശുദ്ധിയിൽ നിങ്ങളെ അവന്റെ കന്യകമാരാക്കി നിർത്തുവാൻ നല്ല പ്രവൃത്തിയെ ആരംഭം കുറിച്ചവൻ ക്രിസ്തുവിന്റെ നാളേക്ക് എന്ത് ചെയ്യും? അതിനെ തികച്ചുകൊള്ളും. അതുകൊണ്ട് make sure that it is a lifelong process. മൂന്നാമത് ഒരു കാര്യം കൂടെ ഓർക്കണം. Why we have to be holy? He purchased us by paying the price. വില കൊടുത്ത് അവൻ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയതാണ്. എന്നെയും നിങ്ങളെയും അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇനി നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല. We do not belong to ourselves, but we belong to the one who bought us by paying the price. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനെന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ജീവിതം, holiness in life, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അശുദ്ധിയുള്ള ലോകത്ത്, അസന്മാർഗീയതയുള്ള ലോകത്ത്, മ്ലേച്ഛത വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത്, ക്രിസ്തീയ സഭയിൽ, ക്രിസ്തീയ വേലക്കാരിൽ, ക്രിസ്തീയ കുടുംബങ്ങളിൽ അസന്മാർഗീയത വർദ്ധിച്ചു വരുമ്പോൾ ദൈവം നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ആഹ്വാനം ജീവിത വിശുദ്ധിയോടെ നാം ജീവിക്കണം. ഞാൻ 3 കാര്യങ്ങളെ ഇന്ന് പറയാനായിട്ട് സമയമെടുത്തു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, holiness is the character of our God. വിശുദ്ധി നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ്. 2, to be holy is not our choice, but it is a commandment of God. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്, ആജ്ഞയാണ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോയ്സ് അല്ല. നോ ചോയ്സ്. മൂന്നാമത്, ബീയിങ് ഹോളി, വിശുദ്ധരായിരിക്കുക എന്നത് is our commitment to our God. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണമാണ് വിശുദ്ധരായിരിക്കുക എന്നത്. അല്ലാതെ ആരെയെങ്കിലും പറ്റിക്കാനും ആരെയെങ്കിലും ഒക്കെ പ്രീതിപ്പെടുത്താനും ആരുടെയെങ്കിലും കണ്ണിലൊക്കെ പൊടിയിടാനുമുള്ള ഒരു കാര്യമല്ല വിശുദ്ധ ജീവിതം. എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സമർപ്പണമായിരിക്കണം. ദാനിയേൽ ചിന്തിച്ചതുപോലെ രാജകീയ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ഉള്ളിൽ പറഞ്ഞ് ആ തീരുമാനം രാജഭൃത്യന്മാരെ അറിയിച്ച് തീരുമാനമുള്ളവനായി നിന്നതുപോലെ let us commit ourselves to God who is holy and put all our efforts to see that we become holy by trusting in the Lord. It is a lifelong process. Do not conforming to the world, but
being committed to God. ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തോട് സമർപ്പണമുള്ളവരായി നമുക്ക് ജീവിക്കാം. അതിന് വലിയവനായിരിക്കുന്ന ദൈവം, വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ എന്നും നമുക്ക് തുണ നൽകട്ടെ. എന്നും ദൈവത്തിൻ്റെ മക്കളായി ദൈവകൃപയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, pray. My God and Heavenly Father, we just thank you for this beautiful Sunday morning that you've blessed us with. Lord, you helped us to assemble in this platform that we could glorify your name, sit at your feet and learn about your word, Lord. Master, even as we just heard, holiness is not a matter of choice for us, but it is the way of life that we have to follow. Master, it is a commandment from you, and it is also our commitment towards you, Lord. Master, help us to live this life, a holy life, Lord. Master, because you have shed your holy blood for our sins, and we are indebted for this blood of yours, Lord. Every drop that you shed on the cross for our sins. Master, help us to lead a life that is holy, lead a life that is worthy of your holiness, O Lord. Master, we don't know how difficult it is, but Lord, it is a way that you expect us to live, O Lord. And Lord, we know that you will help us to lead this life. We resubmit ourselves into your mighty hands. Each one of us, Lord, who have listened to this message, Lord, we pray that you might help us to lead a life which is holy, Lord. From the youngest to the oldest, Lord, help us to follow your ways and your footsteps, Master. Master, we once again praise you for the divine words that you have blessed us with. We praise you for Achan, who could rightly divide the word of God to us in such a simple and beautiful manner. Master, we once again submit all of us who could assemble here and listen to your word of Master. Lord, even as we go out in this world, even as we face the world in the coming days, Lord, we don't know how far we'll be able to do it, but you give us the strength to follow your footsteps. Master, we once again thank you and praise you for all the blessings you have showered upon our lives. In Jesus' precious name, pray. Amen. ആകാശവും ഭൂമിയും നിർമ്മിച്ച യഹോവയാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നമ്മെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കേട്ടതായ ദൈവവചനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.